ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് തിരുവനന്തപുരം സ്വദേശിയായിരിക്കുന്ന ഷീലസും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ 2 മക്കൾക്കുമായിട്ടാണ്. മകനിപ്പോൾ ദുബൈയിലായിരിക്കുന്നു. മകന് പുതിയൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നു. അത്ഭുതകരമായ ജോലി ലഭിക്കേണ്ടതിനായിട്ടും കർത്താവ് ഒരു തടസ്സവും കൂടാതെ തന്നെ അനുഗ്രഹത്തിലേക്ക് നടത്തേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകള് കാനഡയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. വേഗത്തിൽ തന്നെ ആ വാതിലുകൾ തുറന്ന് കർത്താവ് ഒരു അത്ഭുതം തനിക്ക് വേണ്ടി ചെയ്യേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ ഷീലസസിന് വലിയ സമാധാനം, സന്തോഷം ആ ഭവനത്തിൽ ആ കർത്താവ് കൊടുക്കേണ്ടതിനായിട്ടും തൻ്റെ കർത്താവിനെ ആഴമായി അറിയുകയും ചെയ്യേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ കുടുംബത്തിന് വേണ്ടി യേശു കടക്കാരനല്ലെന്നുള്ളത് തെളിയിക്കാൻ പോവുകയാണ്. ഞാൻ എങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, ആ മകൻ ആ പുതിയ ജോലിയിൽ കയറിയതിനായിട്ട് ദൈവം ഒരു അത്ഭുത സാക്ഷ്യം തുറന്നു കൊടുത്തതിനായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. മകളുടെ പേപ്പർ വർക്കുകൾ ചലിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ നിങ്ങളും ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. കണ്ണുകൾ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ശീലസനമായി 2 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകന് ദുബായിൽ അത്ഭുത വഴി തുറന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് അങ്ങയുടെ സമയമാകിയാൽ, ഇത് അങ്ങയുടെ പ്രവർത്തിക്കാനുള്ള സമയമാകിയാൽ കർത്താവെ, ഈ മാസം തന്നെ ആ ജോലിയുടെ വാതിലങ്ങ് തുറന്നതിനായി നന്ദി. എല്ലാ നിലയിലും ആ മകനെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. അതേ നിലയിൽ തന്നെ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. കാനഡയിൽ പേപ്പർ വർക്കുകൾ മൂവ് ആകുന്നതിനായി നന്ദി. വലിയ അത്ഭുതം തൻ്റെ മകൾക്ക് വേണ്ടി ദൈവം ചെയ്തതിനായി സ്തോത്രം. കർത്താവെ, ഷീലസസിന് ആ ഭവനത്തിൽ വലിയ സമാധാനം, വലിയ സന്തോഷത്തെ ദൈവം പകരണമേ അപ്പാ. കർത്താവെ, തൻ്റെ ഭർത്താവ് ദൈവത്തെ ആഴമായി അറിഞ്ഞ ഇവർക്ക് ഒരുമിച്ച് കുടുംബമായി ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം വഴികൾ തുറക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സന്തോഷവും സമാധാനവും അധികം പകരണമേ അപ്പാ. ചില വിടുതലുകൾ അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ഈ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തിയെ നാം തിരിച്ചറിഞ്ഞാൽ, ദൈവവചനത്തിന് നമ്മിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നാം തിരിച്ചറിയാൻ തുടങ്ങിയാൽ നമ്മുടെ ഉത്സാഹം വർദ്ധിക്കും, നമുക്ക് ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കും. ആ നിലയിൽ ആരംഭത്തിൽ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്, നമ്മുടെ പ്രാർത്ഥനകളിൽ നാം എപ്പോഴും പറയുന്നൊരു പദമാണ്, എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആരാണ്? അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവരാണ്. ഞാൻ നിങ്ങളെ ദൈവത്തെ സേവിക്കുന്നതും ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിക്കുന്നതും എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് ദൈവം ചെയ്യുകയാണ്. അതിൻ്റെ ആഴമേറിയ ഭാഷയാണ് അവൻ അസാധ്യതകളെ സാധ്യമാക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ അസാധ്യതകളിലാണ് എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇന്നത്തെ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തോ ഒരു വലിയ നന്മ തുറന്നു വരാൻ പോകുക, വലിയൊരു വിടുതൽ തുറന്നു വരാൻ പോകുക, വലിയൊരു അത്ഭുതം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കുക. ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ അധികമായി വിശ്വസിക്കുന്നു, ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ആഴമായി വിശ്വസിക്കുന്നു, ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമായിരിക്കും. ആ നിലയിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ കേൾക്കുന്ന വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചനം എൻ്റെ കാലിന് ദീപമാണ്. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. വിശ്വാസത്തിൽ
ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ. കർത്താവെ, എൻ്റെ പാതയെ തുറക്കുന്ന, എനിക്ക് മുമ്പോട്ട് പോകാൻ വഴിതെളിക്കുന്ന അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ എനിക്ക് മുമ്പാകെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആത്മാവിൽ എൻ്റെ കൂടെ നിന്ന് വിശ്വസിക്കുന്നവരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകൾ അടഞ്ഞു കിടക്കുന്നത്, നാളുകൾ വ്യക്തതയില്ലാത്തത്, നാളുകൾ മുമ്പോട്ട് പോകാൻ പറ്റാത്തത് ഇപ്പോൾ നിൻ്റെ മുമ്പിൽ തുറന്നു വരാൻ പോവുകയാണ്. ചിലവരെ ഫോണിൽ അത് മെസ്സേജായി, ചിലവരെ മെയിലിൽ ഇപ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലായി ഇത് തുറന്നു വരികയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഒരു തീരുമാനത്തോടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കൽപ്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. അപ്പോൾ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ മേളിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടുകൂടെ. അപ്പോൾ വചനത്തിന് നമ്മെ മുമ്പോട്ട് നടത്താൻ കഴിയും, വചനത്തിന് നമ്മുടെ വാതിലുകൾ തുറക്കാൻ കഴിയും. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗമോട് നമ്മുടെ വചനം. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് ചിലവർ ചോദിക്കുന്നുണ്ടാകാം, എപ്പോഴാണ് എൻ്റെ വഴി തുറക്കുന്നത്, എത്ര സമയമെടുക്കുമായിരിക്കും? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്നവൻ്റെ വചനത്തിൻ്റെ ശക്തി. നീ ഇവിടുന്ന് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ പറയാമെങ്കിൽ, ഇതാ നിൻ്റെ മുമ്പിലെ മല മാറാൻ പോവുകയാണ്. നിൻ്റെ ജീവിതത്തിനകത്ത് ഈ വചനത്തിനകത്ത് ആമേനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ, ഇതാ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇത് വാക്തത്വ കാലമാണ്. ഹല്ലേലൂയ. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. വാക്തത്വം ചിലരുമായി അടുക്കാൻ പോവുകയാണ്. ഇതാ അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വം അവനോട് അടുക്കുമ്പോൾ ജനം വർദ്ധിച്ചു പെരുകുന്നതായി അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം കാണുകയാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ചിലവരുടെ വിടുതലിൻ്റെ സമയമാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ചിലവരെ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. അങ്ങനൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ചിലവരെ നോക്കി എനിക്ക് ഒന്നുകൂടെ ഒന്ന് പറയാനുണ്ട്. ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. 2, ഈ വചനം നിൻ്റെ പാതകളെ തുറക്കുന്നതാണ്. 3, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. 4, ഈ വചനം വേഗത്തിൽ ചിലത് ചെയ്യാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് 5-ാമത്തെ ചിന്തകളുമായി ചിന്തിക്കുകയാണ്, ഇതാ വചനം അത് അയക്കപ്പെട്ടാൽ അത് അതിൻ്റെ കാര്യം തികച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ എന്ന് ഏഷ്യാവ് 55-ാം അധ്യായത്തിൽ പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് വേണ്ടി അയക്കപ്പെട്ട വചനം എന്ന് ചോദിക്കുമ്പോൾ ചിലവരെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് എങ്ങനെ അയക്കപ്പെട്ടത്? ഇതാ പത്രോസിൻ്റെ ഒഴിഞ്ഞ പടകിനെ നിറയ്ക്കുന്ന ആ വചനത്തിൻ്റെ ശക്തി. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, ശൂന്യമാണ്. പക്ഷേ വലത് സൈഡിലേക്ക് നീക്കി ആഴത്തിൽ വലയിറക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പടക് മാത്രമല്ല, അടുത്തുള്ള പടകുകളും കൂടെ നിറയ്ക്കാൻ തക്കവണ്ണം ആ വാക്കിൻ്റെ ശക്തി വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇതാ അസാധാരണമായൊരു വാതിൽ തുറന്നു വരുന്നത് എനിക്ക് കാണാം. ദൈവപ്രവൃത്തി തുറന്നു വരുന്നത് എനിക്ക് കാണാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ നിന്ന് ചലിക്ക്. ഇതാ വലിയൊരു ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ കരം ചിലവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കനാവിലെ കല്യാണ വീട്ടിൽ 3-ാം ദിവസം ആ വീട്ടിനകത്ത് നിൽക്കുന്ന, ഏറ്റവും അകത്ത് നിൽക്കുന്നവരെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി വീഞ്ഞവസാനിച്ചു. സാഹചര്യത്തിനകത്ത് വേദശാസ്ത്രികളും പരീശന്മാരും പുരോഹിതന്മാരും ഒക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ കല്യാണം നിൽക്കാൻ പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ, ശാപത്തിൻ്റെ ചിഹ്നമായി ആ വീട് നിൽക്കുമ്പോൾ യേശു ആ ഭവനത്തിൽ വന്നു. ഇന്ന് ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ട് ചിലവരെ നോക്കി വിളിച്ചു പറയുകയാണ്, യേശു എന്നെ കാണുന്ന നിങ്ങളിൽ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഭവനം സ്വർഗമായി തീരാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളായിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ഭവനം ഇതാ സ്വർഗതുല്യമായി തീരുകയാണ്. അപ്പോൾ ആരോ എന്നെ കേൾക്കുന്നവർ പറയുന്നു, ഈ ഭൂമിയിലെ ജീവിതം സ്വർഗമായി തീരുന്നത് യേശു നമ്മിൽ വരുമ്പോഴാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, യേശു ഒരുവനിൽ വന്നാൽ അവൻ നിത്യജീവൻ പ്രാപിക്കുകയാണ്. ആ നിത്യജീവൻ പ്രാപിക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട്, യേശു നിന്നിൽ വന്നാൽ നിന്റെ വീട് സ്വർഗമാകുമെങ്കിൽ നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗം നിന്റെ വീടായി തീരുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ 2 തലങ്ങളാണ്. ആത്മാവിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ നിന്റെ ഭവനം സ്വർഗമാണെങ്കിൽ, ഇതാ മരിച്ചു നിത്യതയിൽ ചെല്ലുമ്പോൾ സ്വർഗം നിന്റെ വീടായി തീരുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതൊരു പിരിയാബന്ധമാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവുമായി ചേർന്ന് കൊണ്ടൊന്ന് ജീവിക്കാൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ അവരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ഞാനും നിങ്ങളും ചോദിച്ചതിനേക്കാൾ, നിലച്ചതിനേക്കാൾ അത്യന്തപരമായി ഇതാ
എൻ്റെ ദൈവം നമ്മെ നടത്താൻ പോകുന്നു. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട്, കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, അങ്ങയുടെ കരം ഇന്ന് എന്നെ കാണുന്ന അനേകരുടെ മേളിലേക്ക് ഒരു വലിയ വിടുതലായി, വലിയ ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിത വെള്ളത്തിന് മേളിൽ പരിവർത്തിക്കുന്നത് പോലെ ദൈവവചനത്തിൻ്റെ ശക്തി ചിലവരെ തൊടുകയാണ്. ഒന്നുകൂടെ ഒരാഴം നിങ്ങളെ ഒന്ന് തൊടുകയാണ്. ഇതാ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1:12, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊള്ളും. അപ്പോൾ ഈ കേൾക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ, നിങ്ങൾ ഹല്ലേലൂയ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്ന വചനങ്ങൾ, അത് നിവർത്തീകരിക്കപ്പെടുന്നതാണ്. അത് വെറുതെ പോകത്തില്ല. ആത്മാവിൽ സ്വീകരിച്ചോ, ഇതാ അയക്കപ്പെട്ട വചനം അതിൻ്റെ കാര്യം സാധിക്കുമെങ്കിൽ യിരെമ്യാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങൾ കേൾക്കുന്ന വചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാക്കാൻ കഴിവുള്ളതാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ പാറയെ തകർക്കുന്ന ചുറ്റികലായ ദൈവത്തിൻ്റെ വചനം ഇതാ നിന്റെ മുമ്പിലെ തടസ്സങ്ങളെ പൊട്ടിച്ച് നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതത്തിൻ്റെ വാതിൽ തുറക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നലകളിൽ ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയല്ല. ചില കരിങ്കല്ലുകൾ പോലെ നിൽക്കുന്നത് ഒറ്റയടിയിൽ പൊട്ടണമെന്നില്ല. പക്ഷേ ആദ്യത്തെ വചനത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ നിങ്ങൾ ആമേൻ പറയുമ്പോൾ അകത്ത് വിള്ളൽ വീണ് കഴിഞ്ഞു. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ദൈവമേ എനിക്ക് വേണ്ടി ചലിക്കുന്ന വചനത്തിന് നന്ദി പറയാൻ തുടങ്ങുമെങ്കിൽ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ കരിങ്കല്ല് പോലെ പൊട്ടത്തില്ലെന്ന് പറഞ്ഞത് വചനത്തിൻ്റെ ശക്തിയാൽ നിന്റെ മുമ്പിൽ തകർന്നു മാറാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കും. ഇപ്പോൾ തന്നെ ചില ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എനിക്ക് കാണാം. ചില ജീവിതങ്ങളിൽ ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. ആ നിലകളിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ വചനചിന്തയിലേക്ക് ഓടി വരികയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഈ വചനചിന്തയിൽ ഞാൻ വിളിച്ചു പറയുന്നു. റൂത്തിൻ്റെ പുസ്തകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിന്റെ പുതപ്പ് എൻ്റെ മേളിൽ ഇടണമേ, വീണ്ടെടുപ്പിൻ്റെ പുതപ്പ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഈ പുതപ്പ് നിന്റെ മേളിൽ വീണാൽ, ഈ അഭിഷേകത്തിൻ്റെ പുതപ്പ് നിന്റെ മേളിൽ, ദൈവത്തിൽ നിന്ന് കൈമാറുന്ന പുതപ്പ് നിന്റെ മേളിൽ വീണാൽ നീ പട്ടണത്തിൽ അധികാരിയായി മാറും. ഇന്ന് നിങ്ങളുടെ സ്ഥിതി ഏതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതാ വീണ്ടെടുപ്പുകാരൻ്റെ പുതപ്പ്, അഭിഷേകത്തിൻ്റെ പുതപ്പ് ഇതാ നിന്റെ മേളിൽ വീഴുന്നു. നിന്റെ സാഹചര്യം പട്ടിണിയായിരിക്കാം, നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവത്തിലായിരിക്കാം. പക്ഷേ ഇന്ന് ഈ വചന സന്ദേശം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെങ്കിൽ റൂത്തിൻ്റെ പുസ്തകം 4 അധ്യായങ്ങളാണുള്ളത്. ഈ 4 അധ്യായത്തിനകത്ത് 3-ാം അധ്യായത്തിൽ നമ്മൾ കുറിവാക്യമായി ചിന്തിക്കുന്ന വാക്യം ആഴമായി സ്വീകരിച്ചോ. ഇത് ചിലവരുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കും. ചിലവരുടെ ജീവിതത്തിനകത്ത് ഇന്നു മുതൽ ഈ വചന ശക്തി, ദൈവത്തോളം ശക്തിയുള്ള ഈ വചനം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. റൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ നിന്റെ ദാസിയായ റൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. ഈ വാക്യത്തിനകത്ത് നാമയും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പറഞ്ഞു. ഇതാ റൂത്ത് ബോസിനോട് പറയാണ്, നിന്റെ പുതപ്പ് എൻ്റെ മേൽ ഇടണമേ, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ. എന്നെ കേൾക്കുന്നവരെ, ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചു. എവിടെ നിന്നാണോ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്, കർത്താവിനോടൊന്ന് പറയാൻ പറ്റുമോ, കർത്താവെ അങ്ങയുടെ പുതപ്പ്, ആ വീണ്ടെടുപ്പിൻ്റെ പുതപ്പ് എൻ്റെ മേലിടണമേ. എൻ്റെ അവസ്ഥകൾക്ക് ഒരു വലിയ വ്യത്യാസം തരേണ്ടതിനായിട്ട് ആത്മാവിൽ നിറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. ഞാനിത് വിശ്വസിക്കുന്നു. ഈ പുതപ്പ് ഓരോ ദൈവമക്കളും ഉറപ്പാക്കണം. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആഴം. ഈ പുതപ്പ് വീഴുന്നവനെല്ലാം ജീവിതത്തിനകത്ത് വ്യത്യസ്ത തലങ്ങളിലേക്ക് കാലുവയ്ക്കും. അവൻ ഫേവറിലേക്ക് നടക്കും. അവൻ ആ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത്. ഒന്നുകൂടെ ആവർത്തന പുസ്തകത്തിനകത്ത് വാക്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീ വാലല്ല തല തന്നെയായിത്തീരും. ദേശത്തിൽ അല്ലെങ്കിൽ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഹല്ലേലൂയ. നിന്റെ പട്ടണത്തിൽ നിന്നെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നൊരു പുതപ്പ് ഈ വചന സന്ദേശത്തിൽ ചിലവരെ മേളിൽ വീഴാൻ പോവുകയാണ്. അപ്പോൾ ഈ വചന പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ആഴമൊന്ന് മനസ്സിലാക്കേണ്ടതിനായിട്ട് നമ്മൾ 4 അധ്യായമാണുള്ളത്. 1-ാമത്തെ അധ്യായം മുതൽ ഇന്ന് വേഗത്തിൽ ചിന്തിക്കുകയാണ്. ഇവിടെ ഈ വചന പശ്ചാത്തലം ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റൂത്ത് എന്ന് പറയുന്നത് ഒരു മൊബാബി സ്ത്രീയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജാതീയ സ്ത്രീയാണ്. അതേ നിലയിൽ തന്നെ റൂത്ത് ഇതാ കയറി വന്നിരിക്കുന്നത് നവോമിയുടെ വീട്ടിലേക്കാണ്. ഹല്ലേലൂയ. നവോമിയുടെ മകനെ വിവാഹം കഴിച്ചുകൊണ്ട് നവോമിയുടെ വീട്ടിൽ വന്നു. ജാതീയ സ്ത്രീ വരുമ്പോൾ ഇതാ നവോമി എന്ന് പറയുന്നത് സഭയ്ക്ക് തുല്യമായി കാണിക്കുന്ന ഒരാളാണ്. ഹല്ലേലൂയ. റൂത്തിനെ സത്യത്തിലേക്ക് വഴി നടത്തുകയും റൂത്തിനെ നന്മയിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്ന ആളാണ് നവോമി. ഹല്ലേലൂയ. അതാ നവോമി യഹൂദ വംശത്തിൽ നിന്ന് ബെത്ലഹേമിൽ നിന്ന് പുറപ്പെട്ട് കുടുംബവുമായി വന്ന് മൊബാബ് ദേശത്തിൽ ഒരു ക്ഷാമത്തിൽ വന്ന് പാർക്കുകയാണ്. എന്നാൽ ആ പാർക്കുന്ന സമയത്ത് അറിയാം, തൻ്റെ ഭർത്താവും തൻ്റെ 2 മക്കളും തൻ്റെ കൂടുണ്ട്.
ആ മോബാബ് ദേശത്ത് പാർക്കുന്ന സമയത്ത് തൻ്റെ 2 മക്കൾക്കും ഹല്ലേലൂയ അവിടുന്ന് മോബാബി ദേശത്തിൽ നിന്ന് ജാതീയ സ്ത്രീകളെ സ്വീകരിക്കുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ആ വിവാഹത്തോട് ചേർന്നുകൊണ്ട് തൻ്റെ ഭർത്താവ് അവിടെ വെച്ച് മരിച്ചു പോകുന്നു. എന്നാൽ ചില നാളുകൾ കൂടെ കഴിയുമ്പോൾ തൻ്റെ 2 ആൺമക്കളും മരിച്ചു പോകുന്നതായി കാണുകയാണ്. ഇപ്പോൾ നവോമി ശേഷിക്കുന്നത് 2 മരുമക്കൾ അല്ലെങ്കിൽ 2 പെൺമക്കളുമായിട്ടാണ് താൻ ആയിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് താൻ ഭാരത്തിൽ നിൽക്കുമ്പോൾ അവിടെ വെച്ച് താൻ കേൾക്കുകയാണ്, താൻ വിട്ടിട്ട് വന്ന യഹൂദയിൽ അല്ലെങ്കിൽ ബെത്ലഹേമിൽ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നു, ദൈവം അവർക്ക് ആഹാരത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാ ബെത്ലഹേം ഒരു സമൃദ്ധിയിലേക്ക് വരുന്നു എന്നുള്ളത് അവൾ കേൾക്കുകയാണ്. ആ കേൾക്കുന്ന സമയത്ത് അവൾ തീരുമാനമെടുക്കുന്നു മടങ്ങിപ്പോകാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ തൻ്റെ 2 മരുമക്കളോടും 2 സ്ത്രീകളോടും പറയുകയാണ്, ഞാനിതാ തിരിച്ചു പോകാൻ പോവുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം, നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരെ സേവിച്ചുകൊണ്ട് അവിടെ ജീവിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ മൂത്ത മരുമകൾ ഓർപ്പ, ആ ഭാഗം നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു, ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു, റൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പം 14-ാമത്തെ വാക്യത്തിൽ മൂത്ത മരുമകള് അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പിരിയുകയാണ്. പക്ഷേ 2-ാമത്തെ മരുമകളായ റൂത്ത് അവളോട് പറ്റി നിൽക്കുകയാണ്. ഇവിടം തുടങ്ങിയാണ് ഇതാ നവോമിയുടെ ആഴം അല്ലെങ്കിൽ സഭ എന്നുള്ള വെളിപ്പാട് ഞാൻ നിങ്ങളുമായി കൈമാറുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന സഭയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ സഭ നിങ്ങളുടെ രക്ഷയാണെന്നും നിങ്ങളുടെ വഴികാട്ടിയാണെന്നും നിങ്ങളെ നിത്യത വരെ കൊണ്ടുപോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് മടങ്ങി വരുന്നത് മണവാട്ടിയായ സഭയെ ചേർക്കുവാനാണ്. അപ്പോൾ നിങ്ങളായിരിക്കുന്ന സഭ അത് വലുതാകാം ചെറുതാകാം, ഹല്ലേലൂയ, മെമ്പേഴ്സിൻ്റെ എണ്ണം നോക്കിയല്ല, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ആ സഭയ്ക്കകത്ത് നിൻ്റെ വളർച്ച സംഭവിക്കും. നിൻ്റെ ജീവിതത്തിനകത്ത് വ്യത്യസ്തമായ ഉയർച്ചകളും നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ മൂത്ത മരുമകൾ ഹല്ലേലൂയ അവളുടെ സ്വന്തം ഭവനത്തിലേക്കും അവളുടെ ദേവനെയും സേവിക്കാൻ മടങ്ങിപ്പോകുമ്പോൾ ഇതാ 2-ാമത്തെ മരുമകളായ റൂത്ത് നവോമിയോട് പറ്റി നിൽക്കുകയാണ്. പറ്റി നിൽക്കുമ്പോൾ 15-16 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കുന്നു. എൻ്റെ കൂടെ വരണമേ. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തെയും തൻ്റെ ദേവന്റെയും അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. 16-ാമത്തെ വാക്യം. അതിന് റൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. 17-ാമത്തെ വാക്യം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. നവോമിയെ ഇവിടെ ഒരു സഭയ്ക്ക് തുല്യമായി കാണുമ്പോൾ ജാതികർ, ഞാനും നിങ്ങളും യഹൂദരല്ലോ, ഞാനും നിങ്ങളും യേശുവിനെ കുറിച്ച് അറിഞ്ഞ് ഇതാ ആ സഭയിൽ വരുമ്പോൾ തീരുമാനമെടുക്കേണ്ടത് ദൈവത്തെ അറിഞ്ഞ ദൈവത്തെ കണ്ട ആ സ്ഥലത്ത് നീ ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, ഇന്നു മുതൽ ഇതെൻ്റെ സഭയാണ്, ഇവിടെയുള്ള ജനം എൻ്റെ ജനമാണ്. ഇതാ നവോമിയോട് റൂത്ത് പറയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. ഇതല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ അതിന് തക്കവണ്ണം എന്നോട് ചെയ്യട്ടെ. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, നാം ചിന്തിക്കുന്ന ഈ ചിന്തയ്ക്കകത്ത് സഭയെന്ന് പറയുന്നത് നമ്മെ ഉറപ്പിക്കുന്ന സ്ഥലമാണ്, നമ്മെ വളർത്തുന്ന സ്ഥലമാണ്, നമ്മെ അനുഗ്രഹിക്കുന്ന സ്ഥലമാണ്, നമ്മെ നിത്യത വരെയും വിട്ടുപിരിയാതെ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. ആ നിലയിൽ ഒരാൾ ഉറച്ചാൽ അവർക്ക് അനുഗ്രഹത്തിൻ്റെ രഹസ്യം പിടികിട്ടും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചോ? ചില സഭകൾക്ക് വേണ്ടി നിന്നാൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ, അവരെ തലമുറയെ ദൈവം ശക്തമായി അനുഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് ശക്തമായ വിടുതലുകൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സഭയിൽ പാപിടിച്ചു നിന്നവൻ്റെ തലമുറ ഇന്ന് സയൻറ്റിസ്റ്റായ വിവരം എനിക്കറിയാം. ഒന്നുകൂടെ പുതിയ നിയമത്തിൽ നിന്ന് ശ്രദ്ധിച്ചാൽ, ജാതീയ മാർഗത്തിൽ നിന്ന് ഷിമോൻ എന്ന് പറയുന്ന കുറേനിയ വർഗ്ഗക്കാരൻ അലക്സാണ്ടറിൻ്റെ റൂഫോസിൻ്റെ അപ്പൻ ആ ക്രൂശിൻ്റെ അഗ്രം ചുമക്കാൻ ഇറങ്ങുമ്പോൾ അവൻ്റെ തലമുറ യഹൂദനെ ഭരിക്കാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുന്ന വഴിയാണ് ദൈവസഭ എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഇതാ റൂത്ത് തൻ്റെ ഡിക്ലറേഷൻ, തൻ്റെ പൂർണ്ണ തീരുമാനം നവോമിയോട് പറയുന്നതോടെ നവോമിക്ക് പിടികിട്ടി ഇവൾ തന്നെ വിട്ടുമാറത്തിലുള്ളത്. 1-ാം അധ്യായം 18-ാമത്തെ വാക്യം വന്നപ്പോൾ 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. തന്നോട് പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി.
ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ആ സഭയിൽ ഉറച്ചു നിൽക്കുമെന്ന് ദൈവത്തിന് പിടികിട്ടിയാൽ, ഹല്ലേലൂയ, സഭയ്ക്ക് പിടികിട്ടിയാൽ, ഹല്ലേലൂയ, പിന്നെ നിങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എപ്പോഴും നിങ്ങളെ താങ്ങേണ്ട ആവശ്യമല്ല, നിങ്ങൾ ആ സഭയുടെ ഭാഗമായി തീരുകയാണ്. ചിലവർ അടുത്ത നിലകളിലേക്ക് വരുമ്പോൾ സഭയിലെ പാസ് പ്രാർത്ഥിക്കുന്നില്ലെന്നുള്ള പരാതികൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയുകയാണ്, ആ സഭയുടെ തൂണ് നിങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വഴിത്തിരിവുകളുണ്ടാകും. നിങ്ങൾ ആ സഭയോട് ചേർന്ന് മുമ്പോട്ട് പോവുക മാത്രം മതി. ഹല്ലേലൂയ. താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇതാ നവോമിയും റൂത്തും ബെത്ലഹേം വരെ നടക്കുകയാണ്. അവർ ചേർന്ന് നടക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ സഭയോട് ചേർന്ന് നീ നടക്കാൻ തുടങ്ങിയാൽ അടുത്ത വാക്യം, ഹല്ലേലൂയ, അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ അവരിതാ കൊയ്ത്തിന്റെ സ്ഥലത്തെത്തുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റില്ല, സ്വീകരിച്ചോ. അവർ ബെത്ലഹേമിൽ കാല് വെക്കുമ്പോൾ അത് കൊയ്ത്തിന്റെ ആരംഭമാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഏത് ജാതീയ മാർഗത്തിൽ, ഏത് അനുഭവത്തിലാണെങ്കിലും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, സഭയോട് ചേർന്ന് നടക്കുന്ന സഭയെക്കുറിച്ച് പൗലോസ് ഒരു വെളിപ്പാട് പറയുന്നു, സഭ ദൈവത്തിന്റെ ശരീരമാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നിന്നോട് എനിക്ക് പറയാനുണ്ട്, ഇതാ നീ കൊയ്ത്തിലോട്ട് കാല് വയ്ക്കാൻ പോവുകയാണ്. നിന്റെ സീസൺ മാറാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പട്ടിണി ദിവസങ്ങൾ പട്ടിണി കണ്ട, ജീവിതത്തിനകത്ത് ഇനി ഉയർച്ചയില്ലെന്ന് പറഞ്ഞ റൂത്തും, ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് ഉയർച്ചയില്ലെന്ന് പറഞ്ഞ റൂത്ത് ഇതാ ഒരു സീസണിലേക്ക് കാലുവെക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സീസണുകൾ തുറക്കാൻ പോകുന്നു. നന്മയുടെ സീസണുകൾ തുറന്നു വരികയാണ്. ഞാൻ ഒന്നുകൂടെ ആഴമായി പറയട്ടെ, സഭയിൽ തീരുമാനത്തോടെ അല്ലെങ്കിൽ നവോമിയുടെ തീരുമാനത്തോടെ വരുന്ന നീ വരാതെ കൊയ്ത്ത് നടക്കത്തില്ല. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഇതാ നിന്റെ മേളിൽ ഒരു ഹാർവസ്റ്റിന്റെ വഴി തുറക്കാൻ പോവുകയാണ്. നിന്റെ മേളിൽ ഒരു ഭയങ്കര കൊയ്ത്ത്. ആരെയോ നോക്കി ഞാൻ സങ്കീർത്തനത്തിലെ ആ വാക്യം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യാൻ പോവുകയാണ്. ആത്മാവിൽ ഇന്നലകളിൽ കരഞ്ഞവനോട്, ഇന്നലകളിൽ ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കിയ നിന്നോട് എനിക്ക് പറയാനുണ്ട്, നിന്റെ ജീവിതത്തിനകത്ത് കൊയ്ത്തുകൾ ദൈവം വയ്ക്കും. നിന്റെ ജീവിതത്തിനകത്ത് ഉയർച്ചകൾ ദൈവം വയ്ക്കും. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥിച്ചോ. ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ. അപ്പോൾ ഇതാ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുകയാണ്. 2-ാം അധ്യായത്തിൽ ബെത്ലഹേമിൽ വന്ന താമസം ഉറപ്പിച്ച, ഹല്ലേലൂയ, നവോമിയും റൂത്തും. റൂത്ത് പറയുകയാണ്, ഞാൻ ഈ പട്ടണത്തിൽ കയറിയെങ്കിൽ ഇനി നമ്മുടെ ആഹാരത്തിനുള്ള വഴിക്ക് വേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുകയാണ്. ആത്മാവിൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. അറിയാം, സഭയോട് ചേർന്ന് സ്റ്റെപ്പ് വെച്ച നിന്റെ സീസണുകൾ മാറും. നീ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നിനക്കുള്ള ജോലിയുടെ വഴികൾ തുറക്കാൻ പോവുകയാണ്. നിനക്കുള്ള നന്മകൾ തുറക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ പട്ടിണിയായ, ഇന്നലകളിൽ നഷ്ടങ്ങൾ വന്ന, ഇന്നലകളിൽ മൊബാബ് ദേശത്തിൽ ശാപം അനുഭവിച്ച നിന്റെ ജീവിതം ഇന്നു മുതൽ, അറിയാം, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ഫേവറുകൾ ഓപ്പൺ ആകാൻ പോവുകയാണ്. ഫേവറുകൾ ഓപ്പൺ ആകാൻ പോവുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, അറിയാം, ഒരു സഭയിൽ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ ചില ആഴ്ചകളൊക്കെ പോയാൽ ഒരുപക്ഷെ അഭിഷേകത്തിന്റെ കൈമാറ്റം ഉണ്ടാകാം, ഒരുപക്ഷെ ചില വിടുതലുകൾ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ ഫേവർ ഒരാളുടെ മേളിൽ വെളിപ്പെടണമെങ്കിൽ അവൻ ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്തനായിരിക്കണം. എൻ്റെ കൂടെ ഇപ്പോൾ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവര്, നിങ്ങളായിരിക്കുന്ന സഭയിലൊന്ന് തീരുമാനത്തോടെ, കർത്താവെ ഞാൻ ഉറക്കുകയാണ്, എൻ്റെ കർത്താവ് എന്നെ കാണണമെന്നൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഉറച്ചു പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. നിന്റെ മേളിൽ അസാധാരണ ഉറപ്പുകളും ഫേവറുകളും വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഞാനിങ്ങനെ ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത്, ഇതാ യവം പറക്കാനായിട്ട് അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയുള്ള വഴിക്ക് വേണ്ടി വയലിലേക്ക് ഇറങ്ങുന്ന അവളെ നോക്കി സ്വർഗം പറയുന്ന ഒരു ആഴമുണ്ട്. അല്ലെങ്കിൽ ഭാഗ്യവശാൽ എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് ബോവസിന്റെ വയലാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇതാ 2-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ, അല്ലെങ്കിൽ ഇതാ റൂത്തിന്റെ മേളിൽ ഒരു ഫേവർ തുടങ്ങുകയാണ്. ആത്മാവിൽ സ്വീകരിച്ചോ. സഭയിൽ വിശ്വസ്തയോടെ നവോമിയോട് ചേർന്ന് നിന്ന് ഏത് സാഹചര്യത്തിനകത്തും മാറാത്ത നിന്റെ മേളിൽ ഇതാ ഫേവറുകൾ ഓപ്പൺ ആകാൻ പോവുകയാണ്. ഫേവറുകൾ ഓപ്പൺ ആകുകയാണ്. ഈ 2-ാം അധ്യായത്തിൽ താഴോട്ട് നോക്കിയാൽ, ഹല്ലേലൂയ, ഇതാ ബോബസ് അവളെ കാണുന്നു. ബോബസ് അവളോട് പറയുന്നു, ഈ വയലിൽ നിന്ന് നീ മാറേണ്ട ആവശ്യമില്ല, ഈ വയലിൽ തന്നെ നിൽക്കുക. അവൾക്ക് കുടിക്കാൻ, അല്ലെങ്കിൽ വെള്ളം കൊടുക്കാൻ ബാല്യക്കാരോട് പറയുകയാണ്. അവളുടെ ദാഹം തീരുന്നു. ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ സഭ നിന്റെ ദാഹത്തെ തീർക്കാൻ പോവുകയാണ്. താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ബോബസിനോട്ടിരുന്ന് ആഹാരം കഴിക്കാനുള്ള വാതിൽ തുറക്കുകയാണ്. ആത്മാവിൽ എൻ്റെ കൂടെ, ഞാൻ വേഗത്തിൽ പോകുന്നത് സമയപരിധികൾ ഉള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ബോബസ് അവിടെ നിൽക്കുന്ന ബാല്യക്കാരോട് പറയുകയാണ്, ഇവൾ പിറക്കാൻ എഴുന്നേൽക്കുമ്പോൾ
ഇവൾക്ക് വേണ്ടി കറ്റകളിൽ നിന്ന് ചിലത് വലിച്ചിടണം. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. സ്വർഗത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ചിലത് വലിച്ചിടുന്ന സമയമാണിത്. ആത്മാവിൽ നിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കാൻ പോകുന്നു. നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്ന് മുഴുവൻ അവൾ പിറക്കിയ യവമെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു പറ യവം കാണുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ അവളുടെ കുടുംബത്തിലെ പട്ടിണി മാറുകയാണ്. വിശ്വാസത്തിൽ സഭയിൽ വ്യക്തതയോടെ വിശ്വാസത്തോടെ ആരാധിക്കുന്ന നിന്നോട് എനിക്ക് പറയാനുണ്ട്, നിന്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥ മാറും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഹല്ലേലൂയ. അങ്ങനെ താഴോട്ട് വരുമ്പോൾ ഈ 2-ാം അധ്യായത്തിൽ ബോബസ് ഇതാ റൂത്തിനെ നോക്കി പറയുന്ന ഒരു പദമുണ്ട്, നീ നിന്റെ അമ്മായിയമ്മയെ വിട്ടുപിരിയാഞ്ഞതും, ഹല്ലേലൂയ, നീ അമ്മായിയമ്മയോട് കൂടെ പോരുന്നതും അവൾക്ക് വേണ്ടി ചെയ്തതൊക്കെയും അറിഞ്ഞു ഞാൻ. ആകയാൽ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 12-ാമത്തെ വാക്യം, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ സഭയിൽ വിശ്വസ്തയായിട്ട് നിന്നാൽ, അമ്മായിയമ്മയായ നവോമിയോട് ചേർന്ന് നിന്നാൽ നിനക്ക് പ്രതിഫലങ്ങൾ വരും. നിന്നെ ദൈവം മാനിക്കും. ആ മാനിക്കുന്നതിനെയാണ് അവളുടെ പട്ടിണി മാറി ഒരു പറയേവം അവൾക്ക് അന്ന് ലഭിക്കുകയാണ്. അവളുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറുകയാണ്. വീണ്ടും ഇതാ നവോമി അവളെ ഉപദേശിക്കുകയാണ്. ഉപദേശിക്കുന്ന ഭാഗമാണ് 3-ാം അധ്യായം. നീ ബോബസിന്റെ അടുക്കൽ ചെല്ലേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഹല്ലേലൂയ. അടുത്തൊരു സ്റ്റെപ്പാണ്. സഭയിൽ കണ്ടിന്യൂ നന്മകൾ കാണുകയും സഭയിൽ ഉറയ്ക്കുകയും ചെയ്യുമ്പോൾ നീ ചെയ്യേണ്ടത്, നീ ആ സഭയിൽ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ആ വാക്യത്തിലോട്ട് വന്ന് നമ്മൾ വായിച്ച വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക, അയാൾ തിന്നുകുടിച്ച് കഴിയുന്നത് വരെയും നിന്നെ കാണരുത്. ഈ വാക്യത്തിന്റെ ആഴം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നവോമി പറയുകയാണ്, ഇതാ ബോബസ് നിൽക്കുന്ന സ്ഥലത്ത് നീ ചെല്ലണം. നീ ചെല്ലേണ്ടത് എങ്ങനെയാണെന്നറിയോ? ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സഭയിൽ ഉറപ്പായി നിന്നാൽ, ഹല്ലേലൂയ, നീ ചെല്ലേണ്ടത് ആ പാദപീഠത്തിലാണ്. ബോബസിന്റെ പാദപീഠത്തിൽ ചെല്ലണമെന്ന് ഇതാ നവോമി വ്യക്തമായി അവളോട് പറയുകയാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നവോമി പറഞ്ഞതുപോലെ അവൾ ചെയ്യുകയാണ്. 7-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുന്നു. ബോബസ് തിന്നുകുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം യവക്കൂമ്പാരത്തിന്റെ ഒരു വശത്ത് ചെന്ന് കിടന്നു. അവളും പതുക്കെ ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ വചനത്തെ മറക്കാതെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ആ പാദപീഠത്തിൽ ആശ്രയിക്കുകയാണ്. ഈ സഭയ്ക്കകത്ത് വന്ന് ആ പാദപീഠത്തിനകത്ത് ആശ്രയിക്കുമ്പോൾ നിന്റെ പാദത്തിന് മേളിൽ കിടക്കുന്ന പുതപ്പ് എൻ്റെ മേളിലിടണമേ. ഇതാണ് വീണ്ടെടുപ്പിൻ്റെ പുതപ്പ്. ഈ പുതപ്പ് നിന്റെ മേളിൽ വീണാൽ നീ ആൾ മറിവിനെ പോലാകും. നമ്മളെ കുറിവാക്യം ഒന്നുകൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം, ഞാൻ നിന്റെ ദാസിയായ റൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. ഇതാ ബോബസ് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ കാൽപാദത്തിൽ കിടക്കുന്ന റൂത്തിനെ കണ്ട് നീ ആരാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന മറുപടിയാണ്, ഞാൻ നിന്റെ ദാസിയായ റൂത്താകുന്നു, നിന്റെ പുതപ്പ് എൻ്റെ മേലിടണമേ, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ. എന്നെ കേൾക്കുന്നവരെ, ഈ പുതപ്പ് ഒരാടമേളിൽ വീണാൽ അവൻ ആ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ആഴമാണ്. അടുത്ത 15-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുകയാണ്. 15-ാമത്തെ വാക്യം, നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടൊന്ന് പിടിക്കുക എന്ന് അവൻ പറഞ്ഞു. അവൾ അത് പിടിച്ചപ്പോൾ 6 ഇടങ്ങഴി യവം അതിൽ അളന്നു കൊടുത്തു. അവൾ പട്ടണത്തിലേക്ക് പോയി. എന്നെ കേൾക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ്റെ പുതപ്പ് അവളുടെ മേളിൽ വീണതോടെ ബ്ലെസ്സിങ്ങിൻ്റെ തലം തുറക്കുകയാണ്. അവൾ അനുഗ്രഹം ചുമക്കുകയാണ്. ഹല്ലേലൂയ. 6 ഇടങ്ങഴി യവം അവൾ ചുമക്കുകയാണ്. നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങളോട് ആഴം പറയുന്നു. സഭയിൽ വിശ്വസ്തമായി നിന്നാൽ ആ പാദപീഠത്തിൽ നിന്ന് വീണ്ടെടുപ്പിൻ്റെ പുതപ്പ് നിന്റെ മേളിൽ വീഴും. ആ വീണ്ടെടുപ്പിൻ്റെ പുതപ്പ് നിന്റെ പട്ടണത്തിൽ അനുഗ്രഹിക്കും. അടുത്ത 4-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതാ യേശുവിൻ്റെ വംശാവലിയിലേക്ക് അവൾ അധികാരത്തോടെ കയറി വരികയാണ്. ഒരു മോവാബിയ സ്ത്രീയായ ഹല്ലേലൂയ റൂത്ത് നവോമിയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്ന നമുക്ക് കാണാം. ഒറ്റ വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കാം. 4-ന്റെ 17-ാമത്തെ വാക്യം, അവളുടെ അയൽക്കാരികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. എന്നെ കേൾക്കുന്നവർ, യേശുവിൻ്റെ വംശാവലിയിലേക്ക് ഇതാ ഒരു ജാതീയ സ്ത്രീ കയറി വരികയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ശാപത്തെ പൊട്ടിച്ചുകൊണ്ട് നിന്നെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന നിന്റെ സഭയിൽ ഉറപ്പായി നിൽക്കുക. ദൈവം നിന്നെ മാനിക്കും. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ പുതപ്പ് ഇവരെ മേളിൽ വീഴട്ടെ, വീണ്ടെടുപ്പിൻ്റെ പുതപ്പ് ഇവരെ മേളിൽ വീഴട്ടെ. ഇവർ സൗഖ്യമാകുകയും ആ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നതിനായി നന്ദി. ഇവരെ എല്ലാ വിഷയത്തിനകത്തും ഒരു വിടുതൽ നടന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു.
ആമേൻ. ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിൽ പലയിടങ്ങളിൽ നമ്മുടെ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. തൃശ്ശൂരിലും എറണാകുളത്തും കൊല്ലവും കുണ്ടറയും തിരുവനന്തപുരത്തൊക്കെ ശ്രദ്ധിക്കുന്നു. നിങ്ങളിപ്പോൾ തന്നെ വിളിച്ച് ആരാധനയിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവങ്ങൾ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.